ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന്, അതും നമ്മൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വെള്ളയപ്പം തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ ജസ്നാസ് കുക്ക് ബൈറ്റ്സ്. വെള്ളയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ അരിപ്പൊടിയിൽ നിന്ന് ഒരു 1/2 കപ്പ് അരിപ്പൊടി എടുത്ത് മാറ്റാം. ഒരു 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷമുള്ള 1.5 കപ്പ് അരിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കി വെക്കാം. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അതിൻ്റെ ആ കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കിയാൽ മതി. കാരണം പല പൊടിയുടെയും വറവൊക്കെ വേറെ തരത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ ചേർക്കുന്ന ഒരു വെള്ളത്തിൻ്റെ അളവിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇനി നമുക്കിതൊന്ന് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. കുറേ വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ച് കൊടുത്തത്, പിന്നെ ഒരു 1/2 കപ്പും കൂടി ഒഴിച്ചു. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഈ ഒരു കട്ടിയിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. നല്ല ലൂസായിട്ടുള്ള രീതിയിലേക്കല്ല, നമുക്കിത് അരച്ചെടുക്കുമ്പോൾ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിതിങ്ങനെ കലക്കി എടുത്ത് മാറ്റി വെക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് കട്ടയില്ലാതെ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഇതിനൊന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ട്. അടുത്തതായിട്ട് നമ്മളിതുപോലെ മിക്സിയുടെ ഇത്തിരി വലിയ ജാറ് എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ആ ജാറിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി ഫുള്ള് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടി ഞാൻ ഈ ഒരു ജാറിലേക്ക് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് നാളികേരം, 1 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒറ്റ ട്രിപ്പിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയിൽ നിന്ന് 3/4 ഭാഗം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി 1/4 ഭാഗം ആ ജാറിൽ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടി കുറുക്കിയത് നന്നായിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഒന്ന് ചൂടാറായി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിൽ ഇട്ട് ഒന്ന് അരയ്ക്കാവുന്നൊരു ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജാറിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അതായത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് അരിപ്പൊടി കുറുക്കിയതിന് ചൂടുണ്ടാവണം. ഇനി നമുക്ക് ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നല്ലാതും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സായിട്ട് വരണം, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അതിന് ശേഷം നമുക്കത് നമ്മുടെ മുമ്പ് നമ്മൾ അരച്ച് വെച്ച ബാറ്ററിൻ്റെ കൂടെ ഒന്ന് ഒഴിക്കാം. കൂടെ തന്നെ മിക്സിയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് നമുക്ക് ആ ബാറ്ററിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സാക്കുക. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരിക്കലും വല്ലാതെ ലൂസായിട്ട് മാവ് കലക്കി വെക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് കലക്കി വെക്കുക. നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ ഉപ്പും നോക്കണം. ഉപ്പ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് 1/2 മണിക്കൂർ ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ചൂടുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ വെച്ചാൽ മതി. അതല്ല തണുപ്പ് കാലാവസ്ഥയാണെങ്കിൽ ഒരു 45 മിനിറ്റൊക്കെ വെക്കേണ്ടി വരും. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കറികളൊക്കെ ഒന്ന് പാകാക്കണ നേരം നമുക്കിതിനെ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1/2 മണിക്കൂറായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. പിന്നെ നമ്മൾ പുളിപ്പിക്കാൻ വെച്ച മാവ് വല്ലാതെ നമ്മൾ ഇളക്കി അതിനെ അങ്ങ് ഇതാക്കരുത്. ജസ്റ്റ് ഒന്ന് ജെൻറ്റിലായിട്ട് വേണം നമ്മൾ ഇളക്കാനായിട്ട്. അപ്പോൾ ഒരു ഇത്തിരി കട്ടി കൂടുതൽ ഉണ്ട് ഞാൻ കുഴച്ച് വെച്ചതിന് ശേഷം. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇപ്പോൾ നമുക്ക് പൊന്തി വന്നതിന് ശേഷം ഉണ്ടാവുക. അപ്പോൾ നമുക്കിനി ഇത് വെച്ചിട്ട് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം.
വെള്ളയപ്പം തയ്യാറാക്കാനായിട്ടുള്ള ചട്ടി വെച്ചു. ചട്ടി ചൂടായി വന്നപ്പോൾ ഒരു തവി മാവ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെക്കാം. പിന്നെ ഇത് നമുക്ക് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ ഉണ്ടാക്കാനായിട്ട് പ്രയാസമാണ് കേട്ടോ. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഇതിലാണ് ഇത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല മുരിഞ്ഞ നല്ല ഹോൾസൊക്കെ ഉള്ള നല്ല പൂ പോലത്തെ വെള്ളയപ്പമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. ഇതുപോലെ നമുക്ക് മറ്റുള്ള ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ ഒഴിച്ച് നമുക്ക് വെള്ളയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ വെള്ളയപ്പ ചട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ പാനിൽ ഒഴിച്ചിട്ട് ഒന്ന് പരത്തി ഇതാക്കിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വെള്ളയപ്പം തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.